വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പേർ വളാഞ്ചേരിയിൽ ഒത്തുചേരുന്നു. മൂല്യങ്ങളുടെ സ്വരലയം എന്ന പേരിൽ നടത്തുന്ന സംഗമം 20-ന് ഞായറാഴ്ച വളാഞ്ചേരി MES കോളേജിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവിതത്തിന്റെ ഭാഗമായ കലയും എഴുത്തും വിശ്വാസവും പാട്ടും കൃഷിയും യാത്രയും ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഇവയുടെ കൂടി സംഗമമാണ് മൂല്യങ്ങളുടെ സ്വരലയത്തിലൂടെ നടക്കാൻ പോകുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ വ്യത്യസ്തരായ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംഗമത്തിൽ അതിഥികളായെത്തും. സംഗീതം, ചിത്രരചന, സിനിമ, നാടകം, പ്രകൃതിപാഠങ്ങൾ, കൃഷി, സാന്ത്വന പരിചരണം, സാഹിത്യം, യാത്ര തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. നവംബർ 20-ന് ഞായറാഴ്ച 9 മണി മുതൽ 6 മണി വരെ വളാഞ്ചേരി MES കോളേജിന്റെ ചീനിമരച്ചുവട്ടിലാണ് ഇവർ ഒത്തുചേരുന്നത്. കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി. ഫോട്ടോ പ്രദർശനം, ചിത്രപ്രദർശനം, പൂമ്പാറ്റകളുടെ പ്രദർശനം, പുസ്തക പ്രദർശനം, പ്രകാശനം, ഗസൽ, നാടൻപാട്ടുകൾ, വാദ്യോപകരണ സംഗീതം എന്നിവയും ഉണ്ടായിരിക്കും. MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ഡോക്ടർ NM മുജീബ് റഹ്മാൻ, BPM സാലിഹ്, വെസ്റ്റേൺ പ്രഭാകരൻ, മുഹമ്മദ് അലി, ഷാഫി കരുവാട്ടിൽ, സുരേഷ് പൂവാട്ടുമീത്തൽ, സൈതാലിക്കുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമൂഹത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാതെ അകൽച്ചയും വ്യത്യസ്തതകളും വ്യതിയാനങ്ങളും ഒക്കെയായി മനുഷ്യരിങ്ങനെ ഒരു പ്രതീക താല്പര്യങ്ങളോടുകൂടി അകന്നകന്ന് പോകുന്ന ഒരു സാഹചര്യം പല കാരണങ്ങളാലുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾക്കിടക്ക് ഇവിടെ നമ്മുടെ ഈ കോട്ടക്കൽ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വളാഞ്ചേരിയും കുറ്റിപ്പുറമൊക്കെ കേന്ദ്രീകരിച്ച് നമുക്ക് ഒരു കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റാവുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ, ഒരുമിച്ചിരിക്കൽ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കൽ, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കൽ, പരസ്പരം ഉണ്ടാകുന്ന ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ വേണ്ടി ഉള്ള ഒരു കൂട്ടായ്മയാണ് 20-ാം തീയതി ഇവിടെ നടക്കുന്നത് രാവിലെ 9 മണി. അതിനൊരു ഔദ്യോഗികതയൊന്നുമില്ല, ഔദ്യോഗിക പരിവേഷങ്ങളൊന്നുമില്ല. സ്വാഗതവും നന്ദിയും പ്രത്യേക പരിഗണനയും പ്രത്യേക ആർക്കെങ്കിലും ഒരു പ്രത്യേക പരിഗണനയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു തുല്യരാണ് എന്നുള്ള ആ ഒരു സമീപനം ആണ് ഞങ്ങളിതിൽ ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ മുജീബ് ഡോക്ടറും നജീബ് കെയും പ്രഭാകരനും സാലിയും ഗഫൂറും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് ഞങ്ങൾ എല്ലാവരോട് കൂടിയിരുന്നു. ഇതിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസമോ കക്ഷി വ്യത്യാസമോ മതവ്യത്യാസമോ ഒന്നുമില്ല. എല്ലാവരുമുണ്ട്. ഇതിൽ ഒന്നിച്ച് നിന്നിട്ട് നമ്മളങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൽ നമ്മളിവിടെ വെച്ച് നടത്തുമ്പോൾ പുറത്തുള്ള മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കും അതുപോലെ നടത്താൻ ഒരു പ്രേരണ നൽകുക എന്നുകൂടി ഉള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. മറ്റുള്ള പ്രദേശങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു അകൽച്ച, മനുഷ്യർക്കിടയിൽ ഒരു അകൽച്ച ഇല്ലാതാക്കിക്കൊണ്ട് ഒന്നിച്ചു പോകാൻ പറ്റാവുന്നത് എല്ലാം മറന്നുകൊണ്ട്, രാഷ്ട്രീയമുണ്ട്, സാഹചര്യം എല്ലാം ഉണ്ട്, അതൊക്കെ മറന്നുകൊണ്ട് ഒന്നിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഈ വ്യത്യസ്തതകൾക്കിടയിലും സാധിക്കും എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. എന്നതുപോലെ നമ്മളുടെ അധികാരവും പദവികളും നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് ഇവിടെ കയറി വരിക, ഞാൻ എന്ന് പറയുന്ന ഭാവം നമ്മൾ അഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരിക എന്ന ഉദ്ദേശം.